ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഒറ്റയാൻ, ഒറ്റയ്ക്ക് കളിക്കുന്ന, ഒറ്റയ്ക്ക് പ്രൊവോക്ക് ചെയ്ത്, ഒറ്റയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന സീസൺ 6-ലെ ഒരേ ഒരു ഒറ്റയാൻ, അത് മറ്റാരുമല്ല രതീഷ് കുമാറാണ്. ഇന്നലെ ഒരു ദിവസം മൊത്തം ഞാൻ ലൈവ് കണ്ടിരുന്നില്ല. 9 മണിക്ക് എപ്പിസോഡ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. സത്യം പറഞ്ഞാൽ എപ്പിസോഡ് മാത്രം കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ്. ലൈവ് കാണാതെ എപ്പിസോഡ് മാത്രം കണ്ടതുകൊണ്ടാവാം രതീഷ് കുമാറിന് ഇന്നലത്തെ ആ ഒരു ഗെയിമും ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കൽ പരിപാടിയും ഒക്കെ ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ജാൻമണി കെട്ടിപ്പിടിക്കുന്ന കേസിൽ കരയുന്നതൊക്കെ പക്ക BB മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രതീഷ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. 2 ദിവസം മാത്രം മതി ഒരു സീസൺ മൊത്തം ഒരാളുടെ പേരിൽ അറിയപ്പെടാനെന്ന് രതീഷ് കുമാർ സീസൺ 6-ൽ വന്ന് തെളിയിച്ചു. അമ്മാതിരി കണ്ടന്റുകളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നതും സ്ക്രീൻ സ്പേസ് എടുക്കുന്നതും എല്ലാം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയാണ് രതീഷ് ഇതേപോലെ ഗെയിം കളിക്കുന്നത് എന്ന് രതീഷ് പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പോലും ലൈവിൽ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊവോക്കിംഗ് ഗെയിം അതിന്റെ പീക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് പോയിട്ട് തന്നെയാണ് രതീഷ് പ്ലേ ചെയ്യുന്നത്, അതിലൊരു ഡൗട്ടുമില്ല. ഡോക്ടർ റോബിന്റെയും മാരാറിന്റെയും ഈവൻ സാബുമോന്റെയും വരെ സ്ട്രാറ്റജീസ് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ആശാൻ ഹൗസിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേ 1 തന്നെ കണ്ണേട്ടൻ ആർമി എന്നൊക്കെ പറഞ്ഞ് രതീഷിന് ആരാധകവൃന്ദം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു സീസൺ രതീഷ് കുമാർ കൊണ്ടുപോകും എന്നുള്ള സാധ്യതയാണ് ഈ ഒരു 2 ദിവസം ലൈവ് എപ്പിസോഡും കണ്ടതിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പോലും ലൈവില് രതീഷ് കുമാർ 1 മാൻ ഷോ ആണ്. വാഴയുടെ ചോട്ടിൽ പോയി നിൽക്കുന്നു, പവർ ബാൻഡിന്റെ പേരിൽ യമുനെ പ്രൊവോക്ക് ചെയ്യുന്നു, റോക്കിനെ പ്രൊവോക്ക് ചെയ്യുന്നു, ഋഷിനെ പ്രൊവോക്ക് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് റോക്കി പറയുന്നുണ്ട് തന്റെ ഗെയിം പൊട്ടിച്ച് തന്നെ ഇവിടെ പെടുത്തിയില്ലെങ്കിൽ എന്റെ പേര് റോക്കി അല്ല എന്നൊക്കെ അങ്ങനെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു രതീഷ് അണ്ണൻ വിളയാട്ടമാണ് ലൈവില്. രതീഷ് ക്വിറ്റ് ചെയ്തു പോകുന്ന ഒരു കാര്യം ഈ സീസണിൽ ആലോചിക്കാൻ കൂടി വയ്യ. കാരണം കഴിഞ്ഞ സീസണിലെ പലർക്കും 50 ദിവസം കൊണ്ടും പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പാക്റ്റ് ആണ് വെറും 2 ദിവസം കൊണ്ട് രതീഷ് ഉണ്ടാക്കിയെടുത്തത്. അത് പറയാതെ വയ്യ.